മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അധികാരമേറ്റതോടെ ബി.ജെ.പിയെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യം ബാക്കിയായി. ഒരുപാട് പുതുമകളുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയാണ് ഇന്നലെ രാജ്ഭവനിൽ അരങ്ങേറിയത്. മന്ത്രിസഭയിൽ 7 മുൻ മുഖ്യമന്ത്രിമാരും ഇടം പിടിച്ചത് കൗതുകം വർദ്ധിപ്പിച്ചു. മധ്യപ്രദേശിൽ നിന്നും ശിവരാജ് സിംഗ് ചൗഹാൻ, ഉത്തർപ്രദേശിൽ നിന്നും രാജ്നാഥ് സിംഗ്, ഹരിയാനയിൽ നിന്നും മനോഹർലാൽ ഖട്ടർ, അസമിൽ നിന്നും സർബാനന്ദ സോനോവാൾ, കർണാടകയിൽ നിന്നും എച്ച്.ഡി. കുമാരസ്വാമി, ബീഹാറിൽ നിന്നും ജിതൻ റാം മാഞ്ചി എന്നിങ്ങനെ നീളുകയാണ് മുഖ്യമന്ത്രിമാരുടെ പട്ടിക. എന്നാൽ മന്ത്രിസഭ പ്രബലമാകുമ്പോൾ ബി.ജെ.പിയെ നയിക്കാൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ഇതുവരെ ബി.ജെ.പി തയ്യാറായിട്ടില്ല. രാജ്നാഥ് സിംഗും അമിത്ഷായ്ക്കും നിതിൻ ഗഡ്കരിക്കും പിന്നാലെ 5ാമനായാണ് ജെ.പി. നദ്ദ സത്യപ്രതിജ്ഞ ചെയ്തത്. നദ്ദയുടെ ദേശീയ അധ്യക്ഷ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് പുതിയ നിയോഗം. 2019 അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതോടെയായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദയുടെ രംഗപ്രവേശം. നദ്ദയുടെ അധ്യക്ഷതയിൽ ബി.ജെ.പിയുടെ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2024. 2014 അമിത്ഷാ തന്നെയായിരുന്നു ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ. ശിവരാജ് സിംഗ് ചൗഹാന്റെയും ധർമ്മേന്ദ്ര പ്രധാന്റെയും പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇരുവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചതിനാൽ പാർട്ടി തലപ്പത്ത് പുതിയ ഒരാളെന്നത് ഉറച്ചമട്ടാണ്. മുൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തവണ മന്ത്രിസഭയിൽ കാണില്ല. സജീവ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെടും എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഇന്നലെ നിർമ്മല സീതാരാമനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ മൂന്നാമതും അധികാരത്തിലേറിയ എൻ.ഡി.എ സർക്കാരിൽ മുൻ മുഖ്യമന്ത്രിമാരായ സ്മൃതി ഇറാനിക്കും അനുരാഗ് ഠാക്കൂറിനും സ്ഥാനമില്ല. ഇരുവരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നുമില്ല. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, നിർമ്മല സീതാരാമൻ, മൻസുഖ് മാണ്ഡവ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, ജെ.പി. നദ്ദ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുകയും ചെയ്തു. അമേഠിയിൽ നിന്നും മത്സരിച്ച സ്മൃതി ഇറാനി കോൺഗ്രസിന്റെ കിഷോരി ലാലിനോട് പരാജയപ്പെട്ടിരുന്നു. 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2019 രാഹുലിനെ പരാജയപ്പെടുത്തിയ ഹിന്ദി ഹൃദയഭൂമിയിലെ സ്മൃതി ഇറാനിയുടെ പരാജയം ബി.ജെ.പിയെ പ്രതിസന്ധിയിലുമാക്കിയിരുന്നു. 1,67,196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി കിഷോരി ലാലിനോട് പരാജയപ്പെട്ടത്. എന്നാൽ അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5ാം തവണയും വിജയിച്ചിരുന്നു. കോൺഗ്രസിന്റെ സത്പാൽ റൈസാദയ്ക്കെതിരെ 1,82,357 വോട്ടിന്റെ വിജയമാണ് താക്കൂർ നേടിയത്. എന്നിട്ടും താക്കൂർ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നതാണ് വ്യക്തമാകുന്നത്. എന്നാൽ താക്കൂറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരുന്നത് അദ്ദേഹത്തിന് മറ്റൊരു മികച്ച ഉത്തരവാദിത്വം നൽകാനാണ് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. നദ്ദയുടെ ബി.ജെ.പിയിലേക്കുള്ള രംഗപ്രവേശനത്തിലൂടെ നാഥനില്ലാതായി മാറിയിരിക്കുന്ന ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ അമരക്കാരനാക്കാൻ താക്കൂർ കളത്തിലിറങ്ങാനാണ് സാധ്യത. അതുകൊണ്ടാണ് മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മോദിയുടെ 1ാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു നദ്ദ. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബി.ജെ.പിയുടെ തലപ്പത്ത് നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നദ്ദ. ബീഹാർ, യു.പി, കേരള, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും നേതൃത്വം നൽകി. 2010 നദ്ദ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2014 അമിത്ഷാ ദേശീയ അധ്യക്ഷനായപ്പോൾ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിൽ അംഗവുമായി. നിലവിൽ മോദി മന്ത്രിസഭയിൽ ഹിമാചലിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് 63കാരനായ ജെ.പി. നദ്ദ. അതേസമയം 72 മന്ത്രിമാരാണ് 3ാം മോദി സർക്കാരിന്റെ ഭാഗമായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരും 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരും ഉൾപ്പെടും. ജെ.ഡി.യുവിലെയും ടി.ഡി.പിയിലെയും 2 പേർ വീതം മന്ത്രിമാരായി അധികാരമേൽക്കും. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. ഘടക കക്ഷികളിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് എച്ച്.ഡി. കുമാരസ്വാമിയാണ്. ജെ.ഡി.യുവിൽ നിന്ന് ലലൻ സിംഗും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു.